ഇന്ത്യയിൽ മ്യൂച്വൽ ഫണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് 1960s നേരത്തെയുള്ള വീഡിയോയിലും പറയുന്നത് യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ, അതായത് UTI, ഗവൺമെൻറ് തന്നെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഗവൺമെൻറ്റിൻ്റെ ഒരു ഗവൺമെൻറ് സ്റ്റേക്ക് ഉള്ളതാണ്. പല ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇതുപോലെ ഇപ്പം മ്യൂച്വൽ ഫണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് AMCs റൺ ചെയ്യുന്നുണ്ട്. AMC എന്ന് പറയുന്നത് അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി, അതായത് മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ മാനേജ് ചെയ്യുന്ന കമ്പനി. അപ്പോൾ അത് ബാങ്കുകൾ നടത്തുന്നുണ്ട്. ഇതുപോലത്തെ AMCs പല ബാങ്കുകളുടെയും സബ്സിഡിയറി ആയിട്ട് റൺ ചെയ്യുന്നുണ്ട്. പിന്നെ അല്ലാതെ ഫോറിൻ ഇന്ത്യൻ കൊളാബറേഷനിൽ ജോയിൻറ്റ് വെഞ്ചറായിട്ട് നടത്തുന്നതുണ്ട്. ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഇന്ത്യൻ പ്രൈവറ്റ് കമ്പനീസ് നടത്തുന്നതാണ്. അങ്ങനെ ഒത്തിരി മ്യൂച്വൽ ഫണ്ട് കമ്പനീസ് ഉണ്ട്. ഏതാണ്ടൊരു 30-40ഓളം മ്യൂച്വൽ ഫണ്ട് കമ്പനീസ് ഉണ്ട്, 40-ലധികം ഉണ്ട്. അപ്പോൾ ഓരോ വർഷം തോറും പുതിയതായിട്ട് ഏതെങ്കിലും ഒരു പുതിയ മ്യൂച്വൽ ഫണ്ടെങ്കിലും വരാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ 2024-25 ഇടയിൽ തന്നെ 1-2 മ്യൂച്വൽ ഫണ്ട് കമ്പനികളിൽ പുതിയതായിട്ട് വന്നിട്ടുണ്ടെന്ന് കേട്ടു. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നിലവിലെ മ്യൂച്വൽ ഫണ്ടിൻ്റെ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ഏതാണ്ടൊരു 65-68 ലക്ഷം കോടിയോളം രൂപ ഇന്ത്യയിൽ ഇൻവെസ്റ്റഡ് ആണ്. അപ്പോൾ അത് അത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അത് ഗ്രോയിങ് ആയിട്ടുള്ളൊരു ഒരു അവന്യൂ ആണെന്ന് മനസ്സിലാക്കിയിട്ടാണ്. അല്ലെങ്കിൽ ഇതൊന്നും ഗ്രോത്ത് കിട്ടുന്നില്ല, അതിനകത്ത് വരുമാനമോ ലാഭമൊന്നും കിട്ടുന്നില്ല. എന്തുകൊണ്ട് ആൾക്കാർ ഇത്രയും ഇൻവെസ്റ്റ് ചെയ്തു? ഈ 1960s തുടങ്ങി 2000, 2010, 2020, 2024, ഇപ്പോൾ 2025 കയറി. എന്തിനാ ആൾക്കാർ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്നു? ഓരോ മാസവും ഓരോ വർഷവും അതിൻ്റെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കുക. അതായത് ഇൻവെസ്റ്റേഴ്സിൻ്റെ എണ്ണം കൂടുന്നു, കൂടുതൽ ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യുന്നു. നേരത്തെ ചെയ്ത ആൾക്കാർ സർപ്ലസ് വരുമ്പോൾ പിന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പം അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കൂടുതൽ അവർക്ക് അതിന് നേട്ടം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ നമ്മുടെ നാട്ടിൽ അത് വളരെ പ്രചാരത്തിൽ എത്തിയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ വളരെ ചുരുക്കമാണ്. നമ്മൾ എസ്പെഷ്യലി കേരള എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യയിലെ ഏറ്റവും സ്മോളസ്റ്റ് സ്റ്റേറ്റുകളുടെ കൂട്ടത്തിലെടുത്താൽ പോലും ഏതാണ്ട് അതിനടുത്തൊട്ടൊക്കെ നമ്മൾ വരണുള്ളൂ. ടോട്ടൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ എണ്ണം നോക്കാം. അപ്പം ഇൻ ടേംസ് ഓഫ് പോപ്പുലേഷൻ ഇപ്പോൾ 3.5 കോടി ആൾക്കാരുണ്ടെങ്കിൽ അതിൽ എത്രത്തോളം ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് നോക്കുക. വളരെ തുച്ഛം ആൾക്കാർ മാത്രമേ, വളരെ നോമിനൽ പെർസെൻറ്റേജ് മാത്രമേ ആൾക്കാർ കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യും. മീൻസ് മലയാളികൾ. എന്നാൽ പുറത്ത് പോയിട്ടുള്ള അതിൽ ഫോറിൻ കൺട്രീസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാകുമ്പോൾ കുറച്ചും കൂടെയൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നതിനിടയിൽ കേട്ടതിൻ്റെ ഭാഗമായിട്ടൊക്കെ ഇൻവെസ്റ്റേഴ്സായിട്ട് മാറിയ ആൾക്കാരും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തന്നെ നിൽക്കുമ്പോഴത്തേക്കാണ് ആ ഒരു എൻവയൺമെൻറ്റാണ് പ്രശ്നം. നമ്മൾ നിൽക്കുമ്പോൾ ആ എൻവയൺമെൻറ്റിൽ സാധാരണ ബാങ്ക് ഡെപ്പോസിറ്റ്, പോസ്റ്റ് ഓഫീസ് അല്ലെങ്കിൽ ചിട്ടി, ഇതൊക്കെയാണ് സൊസൈറ്റി, ഇതൊക്കെയാണ് അവരുടെ സാധാരണ ഇൻവെസ്റ്റ്മെൻറ്റ് രീതികൾ. അവർ പറയുന്നത് സേഫ്റ്റി. എന്ത് സേഫ്റ്റി ആയിരിക്കുന്നത്? സൊസൈറ്റിയിൽ ഡെപ്പോസിറ്റിൽ, ചിട്ടിയിൽ എന്ത് സേഫ്റ്റി ഇരിക്കുന്നു? അപ്പം കൊടുത്ത പൈസ തിരിച്ചു കിട്ടുക എന്നുള്ളതല്ല അതിനകത്തൊരു വരുമാനമൊന്നും കൂടുതലുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കൊരു നേട്ടം കിട്ടിയതിന് എനിക്ക് ചിട്ടിയിൽ അറിവില്ല, ഇപ്പം ചിട്ടി ചെയ്യാറുമില്ല. അപ്പം അതുകൊണ്ട് നമുക്കൊരു അഗ്രസീവായിട്ടുള്ള റിട്ടേൺസ് കിട്ടാനായിട്ട് ഏറ്റവും ബെസ്റ്റ് അവന്യൂസ് ആയിട്ട് നമുക്ക് മ്യൂച്വൽ ഫണ്ടുകളെ കൺസിഡർ ചെയ്യാം. അതുപോലെ തന്നെ ഡേ ബൈ ഡേ അത് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുക നമ്പർ ഓഫ് ഇൻവെസ്റ്റേഴ്സും. നമുക്ക് അതിൻ്റെ പാർട്ടായി മാറിക്കഴിഞ്ഞാൽ അതിൻ്റെ ബെനിഫിറ്റ് നമുക്കും എടുക്കാൻ പറ്റും.